ഇത് വലിയൊരു അനാസ്ഥ അധികൃതരിൽ നിന്നുണ്ടായി എന്നുള്ളതിൻ്റെ കാര്യത്തിൽ യാതൊരു സംശയമില്ലാത്ത കാര്യമാണ്. അപ്പോൾ ഇത്തരം അത്യാഹിതങ്ങൾ, ദുരന്തങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ അത് ഏത് രീതിയിൽ കൈകാര്യം ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച് മെഡിക്കൽ കോളേജ് അധികാരികൾക്കോ ഗവൺമെൻറ്റിനോ ഒന്നും ഇപ്പോഴും യാതൊരു ധാരണയില്ല. ഇത്രയും വലിയൊരു ഹോസ്പിറ്റലിൽ, മെഡിക്കൽ കോളേജിനകത്ത് ഒരു ഫയർ സ്റ്റേഷൻ, ഒരു ഫയർ യൂണിറ്റ്, പിന്നെ അതിനു വേണ്ടി ഉള്ള പ്ലാൻ വരെ തയ്യാറായിട്ടുണ്ട്. അതിന് 20 സെൻറ്റ് ഭൂമി മാറ്റി വെക്കണമെന്ന് പറഞ്ഞിട്ട് അത് കൊടുക്കാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. എന്നിട്ട് ഇങ്ങനത്തെ ദുരന്തങ്ങളുണ്ടാകുമ്പം അതിനെ ന്യായീകരിച്ചുകൊണ്ടുള്ള സംസാരം. ഈ 4 രോഗികൾ അത്യാസന്ന നിലയിലേക്ക് പോവുകയും മരണപ്പെടുകയും ചെയ്തതിൻ്റെ കാരണം എന്ത് എന്നുള്ളത് ഇവിടെയുള്ളവരല്ല അന്വേഷിക്കേണ്ടത്. അതിന് ആയിട്ടുള്ള ഒരു ടീം വന്ന് ഇതിൻ്റെ കാരണം അന്വേഷിച്ച് ശക്തമായ നടപടികളിലേക്ക് പോകേണ്ടതുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ ശക്തമായി പറയുന്നു, ഇവിടെയുള്ള അധികാരികൾ തന്നെ ഇത് അന്വേഷിക്കുന്നത് ഉചിതമല്ല. കാരണം അത് സംഭവിച്ച ഉടൻ തന്നെ ഇവിടുന്ന് ന്യായീകരണങ്ങളാണ് വന്നിട്ടുള്ളത്. പക്ഷേ ബന്ധുക്കളും മറ്റുള്ള ആളുകളും ഇത് സംബന്ധിച്ച് അവർക്ക് വ്യത്യസ്തമായ നിലപാടാണുള്ളത്. അവിടുത്തെ ജനപ്രതിനിധിയായിട്ടുള്ള ടി സിദ്ദീഖ് ഇത് സംബന്ധിച്ചുള്ള പ്രസ്താവന ഇറക്കി കഴിഞ്ഞതാണ്. അതൊക്കെ നമ്മുടെ മുന്നിലിരിക്കുമ്പം നമുക്കൊരു നിഷ്പക്ഷമായ അന്വേഷണം എന്ത് തന്നെയായാലും ആവശ്യമാണ്.